മോർണിംഗ്, വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കോവയ്ക്ക തോരനാണ്. അരിയുന്നതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത് രണ്ടായിട്ട് ഇങ്ങനെ കീറിയിട്ട് ചെറുതായിട്ട് അരിയണം കേട്ടോ. കാരണം നമ്മൾ ഈ ചില സ്ഥലങ്ങളിൽ നിന്ന് ചില റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ പോയി കഴിക്കുമ്പം കാണാം ഇത് ഭയങ്കര വലുപ്പത്തിലിട്ടേക്കുന്നത്. അപ്പം അതിനൊരു ടേസ്റ്റ് ഇല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ രണ്ടായിട്ടൊന്ന് കീറിയിട്ട് കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അത് കാണിക്കാനായിട്ട് ഞാൻ 2-3 ഇവിടെ വെച്ചിരുന്നത്. മെഴുക്കുവരട്ടിക്കാണെങ്കിലും നമ്മളത് വട്ടത്തിൽ കനം കുറച്ച് വേണം അരിയാൻ. ഇങ്ങനെ തോരനാകുമ്പോൾ ഇങ്ങനെ രണ്ടായിട്ടൊന്ന് കീറണം, കീറിയിട്ട് ചെറുതായിട്ട് അരിയണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. ഒരുപാട് വലുപ്പത്തിലൊക്കെ തോരൻ അരിഞ്ഞിട്ടുണ്ടല്ലോ അതിനൊരു ഭംഗിയും ഇല്ല, കാണാൻ ഒരു ടേസ്റ്റും ഇല്ല. ഒരു 1/2 കിലോ കോവയ്ക്ക ഞാൻ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ അരിയാൻ. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയൊരു മുറി തേങ്ങ എടുക്കണേ. ഒരു 3 എരിവുള്ള പച്ചമുളക്. എരിവുള്ളതായോണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എടുക്കണേ. ഒരു 1/2 ടീസ്പൂൺ ജീരകം, നമ്മൾ തോരനൊക്കെ അരയ്ക്കത്തില്ലേ ആ ജീരകമാണേ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാൻ മഞ്ഞൾപ്പൊടി ഒരുപാട് അങ്ങ് ഇടത്തില്ലേ. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്തോണ്ട് വരാവേ, എന്നിട്ട് ബാക്കി കാണിക്കാം. നമ്മൾ ഇതുപോലൊരു പാൻ എടുത്ത് വെച്ചിട്ട് കോവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഞാനിത് ആദ്യം അങ്ങ് വേവിച്ചിട്ട് അവസാനമാണ് കടുക് വറുക്കാൻ പോകുന്നത്. ഈ സവോള അരിഞ്ഞതും പിന്നെ നമുക്ക് ആ തേങ്ങ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നതും എല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാവേ. മിക്സിയുടെ ജാറിലേക്ക് ഒരു സ്വല്പം വെള്ളവും കൂടെ ഒഴിച്ച് നമ്മളിങ്ങനെ ഒന്ന്, അപ്പോഴത്തേന് ആ അരപ്പ് മുഴുവൻ ഇതിനകത്തോട്ട് വന്നോളുവേ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് കൂടി പോവാതെ നോക്കിക്കോണേ. ഇനി നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 രീതിയിൽ വെക്കാം. ഞാനിപ്പം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് വേവിച്ചിട്ട് അവസാനമാണ് കടുക് പൊട്ടിച്ചിടാൻ പോകുന്നത്. ആദ്യം നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിലും ചെയ്യാം, അതും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആദ്യമേ ഒരുപാട് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്താൽ ഇതങ്ങോട്ട് കുഴഞ്ഞു പോകും. കാരണം നമ്മളിത് വളരെ നൈസായിട്ട് ആണ് അരിഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമുക്കത് ഇതിനകത്തുനിന്ന് വരുന്ന ആ ഒരു കുറച്ചൊരു വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളവും ആ ഒരു നീരാവിയിലും ഒക്കെ അത് നന്നായിട്ട് അങ്ങ് കുക്കായി കിട്ടിക്കോളുവേ. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാവേ. ഒരു 5 മിനിറ്റ് കഴിയുമ്പം നോക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി ഒന്നിട്ട് കൊടുക്കണേ. കാരണം നമ്മൾ അധികം വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. നമ്മളിവിടെ ഈ കോവയ്ക്ക വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇടയ്ക്ക് ഞാൻ ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കുറേ അങ്ങ് വറ്റി. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഞാൻ കുക്ക് ചെയ്തത്. ഇനിയിപ്പോൾ വെള്ളമൊക്കെ വറ്റിയത് കാരണം നമുക്ക് സിമ്മിലേക്ക് മാറ്റാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോഴത്തേന് ഇത് ശരിക്കും വെന്ത് കിട്ടിക്കോളും കേട്ടോ. ഇനി അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് സിമ്മിൽ വെച്ചേക്കാം. അരിഞ്ഞൊക്കെ കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് കുക്കായി കിട്ടുവേ. വളരെ കനം കുറച്ച് നമ്മൾ അരിഞ്ഞ കാരണവേ പെട്ടെന്ന് അത് കുക്കായി വന്നോളുവേ. ഇനി ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ കോവയ്ക്ക ഇവിടെ അടച്ചു വെച്ചിട്ട് ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ടേ. വെള്ളമെല്ലാം വറ്റി കഴിഞ്ഞുള്ള സമയമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. കണ്ടോ, നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് കുക്കായിട്ടുണ്ടേ. നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചുണ്ടല്ലോ, അല്ലാതെ അങ്ങ് കുഴഞ്ഞിരിക്കുക തോരൻ. അപ്പം ഞാൻ ചെയ്ത കണക്ക് ആ മിക്സിക്കകത്ത് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിങ്ങനെ ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക, ഒരു 5 മിനിറ്റ്. അത് കഴിയുമ്പോൾ നമ്മൾ സിമ്മിൽ വെച്ച് കൊടുത്താൽ കറക്റ്റ് ഇത് വെന്ത് കിട്ടുവേ. കണ്ടോ, ഇപ്പോൾ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോയിട്ടുമില്ല, ഇത് കുക്കായിട്ടും ഉണ്ട്. വെള്ളം എല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കടുക് വറുത്തിട്ട് കൊടുത്താൽ മതിയേ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിലും ഈ കോവയ്ക്കൊക്കെ ഇങ്ങോട്ട് നട്ടാലുണ്ടല്ലോ നന്നായിട്ട് ഉണ്ടാകുവേ. അപ്പോൾ വിഷമൊന്നും ഇല്ലാത്ത നല്ല വെജിറ്റബിൾ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കുകയും ചെയ്യാം. ഇനി നമുക്കിത് കടുക് വറുത്താൽ മതിയേ. നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകണം, എന്നാലേ കടുക് പൊട്ടത്തുള്ളേ. നമ്മൾ ഈ വെളിച്ചെണ്ണ ചൂടാകാതെ പെട്ടെന്ന് എടുത്ത് കടുക് ഇട്ട് കഴിയുമ്പോൾ അത് പൊട്ടത്തില്ല. എപ്പോഴും എനിക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ്. ഞാൻ പെട്ടെന്ന് എടുത്ത് കടുക് അങ്ങ് ഇടും. നമുക്ക് 1-2 കടുക് ഇങ്ങനെ ഇട്ട് നോക്കിയാൽ മതി.
കണ്ടോ, അത് പൊട്ടിയിട്ടില്ല ഇതുവരെ, ശരിക്കും ചൂടായില്ല. ഇനി കടുക് ഇട്ട് കൊടുക്കാവേ. കടുക് ഇട്ടാൽ ശരിക്കും പറഞ്ഞാൽ അത് കടുക് പൊട്ടണം, പൊട്ടിയാൽ മാത്രമേ അതിൻ്റെ ഫ്ലേവർ ആ എണ്ണയിലോട്ട് ഇറങ്ങത്തുള്ളൂ. അപ്പോഴാണ് ശരിക്കും ആ ഒരു കടുക് വറുക്കുന്നതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ചിലപ്പോൾ നമ്മൾ ധൃതിക്ക് പെട്ടെന്ന് കടുക് പൊട്ടാതെ എടുത്ത് അങ്ങ് ഉള്ളി അങ്ങ് എടുത്തിടും. ശരിക്കും അത് വെയിറ്റ് ചെയ്യണം കടുക് പൊട്ടാനായിട്ട്. അപ്പോൾ അത് പൊട്ടി തുടങ്ങിയിട്ടുണ്ടേ. ഇനി നമുക്ക് ഈ ഉള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉള്ളി ഏതാണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതിയേ. നേരത്തെ കറിവേപ്പില ഇട്ടാൽ ഉണ്ടല്ലോ പെട്ടെന്ന് ആ കറിവേപ്പില അങ്ങ് കരിഞ്ഞു പോകും. അല്ല തന്നെ ഈ ഫ്രിഡ്ജിലൊക്കെ വെച്ചേക്കുന്ന കറിവേപ്പില ആയതുകൊണ്ട് അത് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് വീട്ടിൽ കറിവേപ്പിൻ്റെ ആ ഒരു മരം ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രഷായിട്ട് അങ്ങനെ നിങ്ങൾ ഇടാവുള്ളേ, അതാ ഏറ്റവും നല്ലത്. ഒരു ലൈറ്റ് ഒരു ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിയൊക്കെ അങ്ങോട്ട് ഈ എണ്ണയിൽ കിടന്ന് മുരിയുമ്പോഴല്ലോ ഒരു നല്ലൊരു സ്മെല്ല് വരും അല്ലേ. ഇതിപ്പം എന്താണ്ട് നന്നായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഉള്ളി ഒരുപാട് കരിയാൻ നിൽക്കരുത്. കരിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ കറിക്ക് വേറെ ടേസ്റ്റ് ആയി പോവും. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതാ ഇതുപോലെ ആകാവുള്ളൂ. ഇത് കരിഞ്ഞു പോയാൽ വേറെ ടേസ്റ്റ് ആയി പോവും തോരനും ഏത് കറിക്കാണേലും. എന്നിട്ട് ഈ കടുക് വറുത്തത് ഈ തോരനിലേക്ക് ചേർത്താൽ മതി. എന്നിട്ട് ഒരു ഫ്ലെയിം ഒരു സ്വല്പം കൂട്ടി കൊടുക്കണേ. എന്നിട്ട് ഈ എണ്ണയിൽ കിടന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. തോരൻ എപ്പോഴും കുറച്ച് ഡ്രൈ ആയിട്ട് വരണം. ഈ വെള്ളത്തിൻ്റെ മയം കഴിയുന്നതും ഇല്ലാതെ നോക്കണേ. അത് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് നിരത്തിയിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ചോറൊക്കെ നമ്മൾ കുറച്ചിട്ട് വെജിറ്റബിൾ കൂടുതൽ കഴിക്കാനായിട്ട് ശ്രമിക്കണേ. അതായിരിക്കും നമ്മുടെ ഹെൽത്തിന് നല്ലത്. കടുക് വറുത്തിട്ടിട്ട് എല്ലാ ഭാഗത്തും ആ എണ്ണയുടെ ഒരു ഇത് വേണേ. അതായത് നമ്മൾ നന്നായിട്ട് അത് ഇളക്കിയിട്ട് കൊടുക്കണം ഇടയ്ക്ക്. അപ്പം നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ടുമുണ്ട്, വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള കോവയ്ക്കാത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ് ഹെൽത്തിന് കേട്ടോ. ഇത് നന്നായിട്ട് കഴിച്ചിട്ട് ചോറൊക്കെ കുറച്ച് കഴിച്ചാൽ മതി. അപ്പോൾ ഷുഗറൊക്കെ കുറച്ച് കുറയും എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.